നമസ്കാരം. ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് എന്താ അഭിപ്രായമെന്ന് ഒരു വീട്ടമ്മ വിളിച്ചു ചോദിച്ചു രാവിലെ. ഞാൻ പറഞ്ഞു, ഭഗവാൻ ശ്രീകൃഷ്ണനല്ലേ അവതാര പുരുഷൻ. നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ തമിഴ്നാടുമായിട്ട് ബന്ധമുള്ള നിരവധി ആൾക്കാർ ഭഗവാൻ അയ്യപ്പനെ ഏറ്റവും കൂടുതൽ ഭജിക്കുന്നവരാണ് തമിഴ്നാട്ടിലെ ആൾക്കാർ. തമിഴ്നാട്ടിൽ അയ്യപ്പ ഭക്തന്മാർ കൂടുതലാണ്. അവര് ശബരിമല വരുമ്പോൾ ഗുരുവായൂരൂടെ വരും. ഈ അടുത്ത കാലത്ത് ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങൾ ഞാൻ പരാമർശിച്ച് വീഡിയോ ചെയ്തപ്പോൾ ഭഗവാൻ കൃഷ്ണനെ ഭജിച്ചിരുന്ന ഒരുപാട് പേർ അതിനെ വിമർശിക്കുകയും അതിൻ്റെ ചില അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ ചോദിച്ച് എന്നോട് അറിയുകയും ചെയ്തു. ഞാനപ്പോൾ പറഞ്ഞത്, എല്ലാ ദൈവിക സാന്നിധ്യങ്ങളും തന്നെ, എല്ലാ അവതാര പുരുഷന്മാരൊക്കെ തന്നെ അവതാരങ്ങൾ എടുക്കുന്നത് ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്, ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ 10 അവതാരങ്ങളും ദശാവതാരങ്ങൾ എടുത്താലും അങ്ങനെയാണ്. അതിലെ ഭഗവാൻ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മധുരയിലെ രാജാവായിട്ട് ജനിക്കുകയും ദുഷ്ടനിഗ്രഹമൊക്കെ ചെറിയ പ്രായത്തിലേ കഴിയുകയും മഹാഭാരത യുദ്ധത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. ആ പങ്കിൽ ഭഗവാൻ കാണിച്ചു തരുന്നത് അധർമ്മങ്ങൾ ഒരുപാട് ചെയ്തു. അല്ലെങ്കിൽ ബലരാമൻ ദുര്യോധനെ കൊല്ലുന്ന സമയത്ത് ഇങ്ങനെ തുട കാണിച്ചു കൊടുക്കും. കാരണം എത്ര ഭീമൻ അടിച്ചിട്ടും ദുര്യോധനനെ കൊല്ലാൻ കഴിയുന്നില്ല. അപ്പോ ബലരാമനും കൂടി ഇരിക്കുന്ന സദസ്സിൽ കൃഷ്ണൻ ഇങ്ങനെ തുടയിലടിക്കാനായിട്ട് കാണിച്ചു കൊടുക്കും. തുടയിലടിക്കാൻ പറഞ്ഞതിൻ്റെ ഒരു സംഭവം, തുടയിലടിച്ചാൽ മാത്രമേ ദുര്യോധനെ വധിക്കാൻ പറ്റൂ. അപ്പൊ ബലരാമൻ ചാടി എഴുന്നേറ്റ് പറയും, കൃഷ്ണ, നിങ്ങൾ ചെയ്യുന്നത് അബദ്ധമാണ്, തെറ്റാണ്, ഇത് അധർമ്മമാണ്. രണ്ടുപേരും തമ്മിലുള്ള യുദ്ധത്തിൽ രണ്ടുപേരും കേവന്മാരാണ്. നിങ്ങൾ ഒരാളുടെ വശം, നിങ്ങളത് കാണിച്ചു കൊടുത്തത് ശരിയായില്ല. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അവനെന്റെ ബന്ധുവാണ്. അതുകൊണ്ട് നമുക്ക് തരുന്ന പാഠം എന്താണ്? അധർമ്മികൾ ബന്ധുത്വത്തിനോടൊപ്പം നിൽക്കുമ്പോൾ അധർമ്മം ചെയ്താൽ അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഞാൻ പണ്ട് പലതിലും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭഗവൻ സാന്നിധ്യം തന്നെ അത്തരത്തിലുള്ളൊരു കർമ്മം ചെയ്തപ്പോൾ അനുഭവിച്ച ദുരിതം വളരെ ഭീകരമാണ്. അത് നമുക്ക് കാട്ടിത്തരുന്നതാണ്. അവതാര പുരുഷനായ ഞാൻ ഇതൊക്കെ ചെയ്താൽ, ഞാൻ അധർമ്മത്തിന് കൂട്ടുനിൽക്കുമ്പോൾ ധർമ്മം നിലനിർത്താനായിട്ട് ചില അധർമ്മങ്ങൾ ചെയ്തു. ആ ചെയ്തതിന്റെ ധർമ്മം നിലനിർത്താനാണെങ്കിൽ പോലും അധർമ്മത്തിന് ചിലതിന് ഞാൻ കണ്ണടച്ചപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വന്ന അതിഭീകരമായ, എൻ്റെ വംശത്തിനും നേരിട്ട അതിഭീകരമായിട്ടുള്ള ആ ദുരന്തം ഭഗവാൻ കാണിച്ചു തരുന്നതാണ്. കൃഷ്ണഭക്തി നമ്മൾ ഇപ്പൊ കെ കരുണാകരന് സംഭവിച്ച ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ മുറുകെ പിടിച്ചിരുന്ന ഒരാളാണ്. ഇത് ഞാൻ പറയാനുള്ളതിൻ്റെ ഒരു കാരണം, ഒരു ജീവിതത്തിൽ വിവാഹം കഴിക്കാത്തൊരു സ്ത്രീ, ഇഷ്ടംപോലെ സ്വത്തുണ്ട്, അതിഭീകരമായിട്ടുള്ള ഒരു നായർ സമുദായമാണ്, അതിശക്തന്മാരായിട്ടുള്ള ആൾക്കാർ, ബന്ധുബലം ഉള്ള ആളാണ്. പക്ഷേ ഈ പെൺകുട്ടിക്ക് ഋതുമതിയാവാതെ ജീവിക്കേണ്ടി വരും. വളരെ എത്രയോ ലക്ഷങ്ങളിലൊന്നേ അങ്ങനെ വരാറുള്ളൂ. കണ്ടാൽ അതിസുന്ദരിയാണ്, കൊട്ടാരത്തിൽ രാജകുമാരിയെ പോലെ ഇരിക്കും, പക്ഷെ ഋതുമതിയായിട്ട് ഒരു വിവാഹം പറ്റില്ല. അപ്പൊ വളരെ വിഷമിച്ച്, കുടുംബക്കാരൊക്കെ വിഷമിച്ചു. പൂർവികരായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിലും ഉണ്ടോ നോക്കി പലതും നടത്തി. അങ്ങനെ കേരളത്തിലെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു തറവാടിൽ നിന്ന് ഒരു പണ്ഡിതൻ വന്ന് ഈ കുട്ടിയുടെ പൂർവ്വജന്മ ദോഷവും നാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദോഷമാണെന്നും ആ നാഗത്തിനോടുള്ള പരിഹാരം കണ്ടെത്തിയാൽ മാത്രമേ ഈ കുട്ടിക്ക് വിവാഹയോഗമുള്ളൂ എന്ന് പറയുകയും ചെയ്തു. ഈ കുട്ടിയാണെങ്കിൽ കൃഷ്ണഭക്തയാണ്. ഭഗവാൻ കൃഷ്ണൻ പരീക്ഷിക്കുമെന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം കരടീച്ചറൊക്കെ ഭയങ്കര ആറ്റുകാല അമ്മയുടെയും കൃഷ്ണഭക്തിയുള്ള അഷ്ടമതിയൊക്കെ പറഞ്ഞു. പക്ഷെ അമിതമായ ഭക്തി ഉണ്ടാക്കുന്ന ആപത്ത്, നമ്മൾ ഏതിലാണോ അമിതമായി ആശ്രയിച്ചിറങ്ങിപ്പോകുന്നത് അവിടെ ദൈവത്താൽ പരീക്ഷിക്കപ്പെടും, പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഞാനിത് പറയുന്നതുകൊണ്ട് ആർക്കും എന്നോട് ശത്രുത ഉണ്ടായിട്ട് കാര്യമില്ല.
ദൈവം ചേർത്ത് പിടിക്കും. കാരണം എൻ്റെ ഭക്തൻ എന്നിൽ നിന്ന് വിട്ടുപോകരുത്. അപ്പം എൻ്റെ ഭക്തൻ എന്നിൽ നിന്ന് വിട്ടുപോകാതിരിക്കണമെങ്കിൽ അവന് ഞാൻ ദുരന്തങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോഴത് ഭക്തനെ ദൈവത്തെ ചേർത്ത് പിടിക്കും, ദൈവവും ഭക്തനെ ചേർത്ത് പിടിക്കും. ഭൗതികതയിൽ ഇതിന് എത്ര പ്രസക്തി ഉണ്ടെന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ അമിതമായ ക്ഷേത്ര ദർശനങ്ങൾ ലക്ഷക്കണക്കിൽ നടത്തുന്നത് ദൈവത്തിനെ പാർട്ണറാക്കി പണമിടുന്നവർക്കൊക്കെ ജീവിതത്തിന്റെ അവസാന കാലം ദൈവമാണ് പാർട്ണർ. പിന്നെ കുറെ പേരെ സംഘടിപ്പിക്കുക, എല്ലാവരെയും കൂടെ കൊണ്ട് അദ്ദേഹം കൊണ്ടുപോയി എല്ലാവർക്കും പൈസയൊക്കെ കൊടുക്കും, ദാനമൊക്കെ കൊടുക്കും, ഒക്കെ സമ്പത്തൊക്കെ ഒരുപാട് ഉണ്ടാവും. പക്ഷെ ഈ സമ്പത്ത് ഇങ്ങനെ ദൈവത്തിന് കൊടുക്കുന്ന, ദൈവത്തെ പാർട്ണർമാരാക്കിയും ഇപ്പൊ തിരുപ്പതി ഭവനൊക്കെ പാർട്ണറാക്കുന്ന ഒരുപാട് സിനിമ ആൾക്കാരൊക്കെ വ്യവസായമൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ധനമൊക്കെ കിട്ടും. ഇതെല്ലാം നമ്മൾ ധരിക്കും. ദൈവത്തിന് എന്തിനാ പണം? അതാണ് എൻ്റെ ഒരു ചോദ്യം. ഈശ്വരന് പണത്തിന്റെ ആവശ്യമില്ല. ഈശ്വരൻ പ്രപഞ്ചത്തിന്റെ സങ്കല്പമാണ്. ആ സങ്കല്പ ശക്തിയിലാണ് മനുഷ്യനായി ജനിക്കുന്നവൻ പോയി തൊഴിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറയുന്നത്. ഭഗവാന് പണം കൊടുത്തും ഭഗവത് പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളുമൊക്കെ എനിക്കറിയാം. ഒരാള് ഈ അടുത്ത കാലത്ത് ചെയ്യുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടായി തീരും. ഇപ്പോഴല്ല, മൂന്നാമത്തെ തലമുറ. എനിക്കറിയാം ഒരാൾ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളാണ്. ഭാര്യയോടും മക്കളോടും ലെവലേശം സ്നേഹമില്ലാത്ത ആളാണ്. അങ്ങനെയുള്ള ഒരാൾ ദൈവത്തിന്റെ ഒരു ക്ഷേത്രത്തിൽ, നമ്മൾ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലെ വലിയ രക്ഷാധികാരിയാണ്. രാവിലെ ചന്ദനക്കുടി കിട്ടുമ്പോൾ കയ്യിലിരിപ്പ് മുഴുവൻ ഏറ്റവും മോശമായ രീതിയാണ്. ദൈവം തന്നെ കൊടുക്കും. ഞാനിത് ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഈ പെൺകുട്ടിയിലേക്ക് മടങ്ങി വന്നാൽ കാലക്രമേണ ഈ തറവാട് ക്ഷയിച്ചു പോവുകയും കുടുംബത്തിൽ ക്ഷയവും രക്ഷപ്പെടാൻ പറ്റില്ല. അതിങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് വിറ്റ് ഓരോരുത്തർ കൊണ്ടുപോയി ഈ നാഗക്കാവ് മാത്രം നിലനിന്നു. കാവിൽ മാത്രം ഈ പെൺകുട്ടി വിളക്ക് വയ്ക്കാനായിട്ട് പോകും. നല്ല പ്രായം, ഒരു 47 വയസ്സൊക്കെ ആയി. എനിക്ക് വിവരങ്ങൾ എനിക്ക് പകർന്നു തരുന്ന സമയത്തൊക്കെ തന്നെ. അപ്പോൾ എനിക്കൊന്ന് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതിലൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശാസ്ത്ര സാഹിത്യ പരിശുദ്ധവുമായിട്ട് ബന്ധമുള്ള ആധുനികമായിട്ടുള്ള ലോകത്തിന്റെ വളർച്ചയ്ക്ക് ഭക്തിയുടെ ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും തന്റെ തറവാടിന്റെ തകർച്ചയിൽ ഉള്ള കാരണങ്ങൾ കണ്ടെത്താൻ നമ്മുടെ ഈ DNA വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് വന്നതാണ്. എന്നെ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നമുക്കിതൊന്നും വലിയ വിശ്വാസമില്ലല്ലേ? കാവുകളൊക്കെ നശിച്ച്, വീടുമൊക്കെ നശിച്ച്, സ്വാതന്ത്ര്യ സമരമായിട്ടൊക്കെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എല്ലാം ഉണ്ടായിരുന്നു. ഒരു അത്ഭുതങ്ങൾ പറഞ്ഞു. ഞാൻ ഈ ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം ചില അത്ഭുതപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. പക്ഷെ പുറത്തും പ്രകടിപ്പില്ല. വിപ്ലവ വീര്യം തലച്ചോറിൽ കെട്ടി നിൽക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഭക്തിയും മന്ത്രങ്ങളും തന്ത്രമാന്ത്രങ്ങൾ പറയുന്നതും ജ്യോതിഷമൊക്കെ അബദ്ധമാണ്. അബദ്ധം തന്നെ ആയിരിക്കാം. നമുക്കിതൊന്നും ബോധ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ. എന്നാൽ അദ്ദേഹം ഈ അമ്മ എന്ന് വിളിക്കുന്ന കുഞ്ഞമ്മ ഭാഗത്തുള്ള ഈ സ്ത്രീയെ അവരുടെ രാത്രികളിൽ ഇവർ കിടക്കുമ്പോഴുണ്ടാകുന്ന നിശ്വാസങ്ങളും സംഘർഷങ്ങളും ഇവരുടെ ഏകാന്തതയും ഒക്കെ ഇയാളെ അസ്വസ്ഥമാക്കിയിട്ട് ഇദ്ദേഹം വന്നതാണ് എൻ്റെ അടുത്ത്. അപ്പോഴാണ് ഈ കാവിന്റെ, ഞാൻ ചോദിച്ചു, ഈ സ്ത്രീയെ ആരെങ്കിലും ഏതെങ്കിലും ഒരു വിവാഹത്തിന്റെ ഒരു അവസ്ഥ വന്നോ? പക്ഷെ അവസ്ഥകളൊക്കെ ഒരുപാട് ആൺകുട്ടികൾ വിവാഹം കഴിക്കാനായിട്ട് വന്നെങ്കിലും നല്ല സുന്ദരിയാണ് ചെറുപ്പത്തിൽ. ഋതുമതിയാവാത്ത ഒരു പെണ്ണിനെ എങ്ങനെയാണ് നമ്മൾ വിവാഹം ആലോചിക്കുക? കാവിൽ പോയി വിളക്ക് വയ്ക്കും. അങ്ങനെ ഒരു ദിവസം ഇവൻ നിലവിളിച്ചുകൊണ്ട് വന്നു എന്നാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത്. ഞാൻ എന്താണ് സംഭവിച്ചത് ചോദിക്കുമ്പോൾ, കാവിലേക്ക് ചെല്ലുമ്പോൾ നാഗക്കാവിൽ ഒരു സ്ത്രീയെ കണ്ടു. പിന്നെ എങ്ങനെയുള്ള സ്ത്രീയാണ്, എനിക്ക് അവരോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? വിളിച്ചു തന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ അദ്ദേഹം വന്നിട്ടുണ്ട്, എനിക്ക് 2-3 സംശയങ്ങളുടെ ചോദ്യത്തിന് ഒരു മറുപടി തരണം. ഞാൻ ചോദിച്ചു, ഈ കാവിലേക്ക് ചെല്ലുന്ന ദിവസം ആയില്യ ദിവസമായിരുന്നു എന്ന് ചോദിച്ചു. അല്ല, അത് രോഹിണി നക്ഷത്രമുള്ള ദിവസമാണ്. ഇതിനു മുമ്പ് അവിടെ വല്ലതും കണ്ടിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? ചില ദിവസങ്ങളിൽ കാവിലേക്ക് വിളക്ക് കത്തിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈ വള്ളിപ്പടപ്പുകളിൽ നിന്നൊക്കെ തേങ്ങൽ പോലെ കേൾക്കുന്നുണ്ട്, ആരോ കരയുന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച തോന്നലാണോ എന്നറിയില്ല. ആ തേങ്ങൽ പിന്നെ കേട്ടിട്ടുണ്ട്. രാത്രികളിൽ കിടക്കുമ്പോൾ ഇവരുടെ മുറിക്കുള്ളിൽ ആ കരച്ചിൽ കേൾക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇതിപ്പോ നോർമലായിട്ട് ഈ സംസാരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് അധികം സംസാരിക്കണം എന്നില്ല, പകൽ വെളിച്ചം കാണണമെന്നില്ല, എനിക്ക് മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങണം എന്നില്ല. അങ്ങനെയാണ് ഈ അനിയൻ വന്ന് ചോദിച്ചപ്പോൾ
സ്വാമിയുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അതിലത് വലിയ വിശ്വാസമില്ലെങ്കിലും ഒന്ന് കാണാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞു. എനിക്ക് വളരെ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ കണ്ടുപിടിക്കണം എന്നൊരു എനിക്ക് തോന്നിയത്. എനിക്ക് വല്ലാത്ത ഇതിൻ്റെ ഒരു ഇതുകൂടമായ ഒരു സത്യം ഇതിൻ്റെ പിന്നിൽ പറഞ്ഞു കിടപ്പുണ്ട്. കാവുകളൊക്കെ വെട്ടി വീടാക്കുകയും കാവിരുന്നതൊക്കെ കക്കുസൂഴിയൊക്കെ ആക്കി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് രാവിലെ ഞാൻ മുംബൈ നടക്കുമ്പോൾ അവിടെ ഒരു അമ്മയുണ്ട്. കണ്ടില്ലെങ്കിൽ മക്കളെ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പൊ അമ്മയ്ക്ക് എന്നും വയ്യാതാവുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്ന് ഞാൻ അങ്ങോട്ട് കയറി ഞാൻ അമ്മ ഇവിടുത്തെ സെപ്റ്റിക് ടാങ്ക് എവിടെയാണ്? നടുമുറ്റത്താണ്. ആര് ചെയ്ത പാപമാണെന്ന് ആലോചിക്കണം. അതവിടെ നിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഈ അമ്മയ്ക്ക് മൃത്യു കടന്നു വരില്ല, രോഗദുരിതങ്ങളാൽ നിൽക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞില്ല, അതിസുന്ദരനായ ഒരു കോൺട്രാക്ടർ ഒരു വീട് വെച്ച് കൊടുക്കുന്നത് അതിന്റെ നടുവിലാണ് കൊണ്ടുപോയി. അതൊക്കെ ഭയങ്കര അപകടമാണ്. എന്തായാലും എനിക്ക് ഈ വീടിനെ വേണ്ടത് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഇവരുടെ ഒരു അത്ഭുതം തോന്നി. കരയുന്ന സ്ത്രീ ആരാണ്? കാവുമായിട്ടുള്ള ഈ കാവിന്റെ സ്ഥലങ്ങളോട് ബാക്കിയൊക്കെ ബന്ധുക്കളൊക്കെ വിറ്റ് വിദേശത്തും പലയിടത്തും ഒക്കെ പോയി ബന്ധങ്ങളൊന്നും ഇല്ലാതായി. പണ്ട് ഓണത്തിനും സംക്രാന്തിക്കും ഒക്കെ ഇഷ്ടംപോലെ ജനങ്ങൾ വന്ന് ഈ ആഹാരവും കഴിക്കുന്ന സ്ഥലമൊക്കെ ഇല്ലാതായി. ഇങ്ങനെ ചുരുങ്ങി വരുവാണ്. നമ്മൾ ചില നോവലുകൾ കഥകളിലൊക്കെ വായിക്കുന്ന പോലാണ്. എന്തായാലും ഞാൻ ഈ സ്ത്രീയെ കണ്ടു. അവരെ കണ്ടാൽ തന്നെ അറിയാം, ഏതോ ജന്മത്തിൽ അവർ ദൈവികമായ ഒരു അനുഗ്രഹം കിട്ടിയ സ്ത്രീയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറെ കാര്യങ്ങൾ വിളിച്ചു. പിന്നെ അവർ അനന്തഭദ്രം സിനിമയിലെ നാഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു, ദിഗംബരനെ കുറിച്ചൊക്കെ പറഞ്ഞു. ക്രമേണ വായനയൊക്കെ ഇല്ലാതായി ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങി. അപ്പൊ ഞാൻ എന്നോട് സംസാരിക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഏറ്റവും വലിയത് ഇവരുടെ കണ്ണുകളുടെ തിളക്കം. ഇത്രയും പ്രായമായിട്ട് ഇവരുടെ കണ്ണിന് കാഴ്ചയ്ക്ക് ഒരു പ്രശ്നവുമില്ല. നമുക്കൊക്കെ ഇപ്പോഴേ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്. കണ്ണടിയൊക്കെ വെച്ചാൽ എല്ലാം ഒക്കെ നടക്കൂ. പക്ഷെ അവർക്കതില്ല. അത് മാത്രമല്ല, അവരുടെ ലക്ഷണം അനുസരിച്ച് അവരുടെ മുടി ഇത്രയും പ്രായമായിട്ട് ഒരു മുടി നരച്ചിട്ടില്ല. നല്ല കറുപ്പാണ്, നല്ല തേജസ്സാണ്, വെളുത്ത മുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഈ വെളുത്ത വസ്ത്രം മാത്രം ധരിക്കുന്നത്? അത് വൈധവ്യത്തിന്റെ ലക്ഷണമല്ലേ? വിധവകൾ ധരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. ഞാൻ വിധവയാണ് എന്നവരെന്നോട് പറഞ്ഞു. എന്നെ നടുക്കി കളഞ്ഞ് ശരിയാ പറഞ്ഞ നമ്മൾ വളരെ എന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അവൾ പറഞ്ഞു, അതെ ഞാൻ വിധവയാണ്. അതെന്താ? എനിക്കൊരിക്കലും ഒരു പുരുഷനുമായിട്ട് ഉള്ള ഒരു ജീവിതമില്ല. ഞാൻ ഋതുമതിയാവില്ല. എൻ്റെ ഈ ശാസ്ത്രം പറയുന്ന ഹോർമോൺസ് ഒക്കെ എൻ്റെ നഷ്ടപ്പെട്ടു. സ്വാമി പല വീഡിയോസിലും ശരീരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ. 7000 കോടി നാഗങ്ങളും 72,000 നാഡീജനവും ഉണ്ടെന്ന്. എൻ്റെ ശരീരത്തിൽ നാഗങ്ങളില്ലല്ലോ. പക്ഷെ ഞാൻ ജീർണിച്ച് മരിച്ചല്ലേ പറ്റുള്ളൂ. ജീർണവസ്ത്രമല്ലേ ശരീരം? നമുക്ക് ഉത്തരവില്ല ചോദ്യത്തിനുള്ളത്. ഞാൻ തന്നെ ഇതിനകത്ത് പറഞ്ഞതാണ്. അപ്പൊ ഞാനിതിന് നാഗത്തിന് ഞാൻ വിളക്ക് വയ്ക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ നാഗം തരേണ്ട ഒരു ശക്തിയും ഇല്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിന് വിളക്ക് വയ്ക്കണം? നമുക്ക് ഉത്തരമില്ല. നമുക്ക് ഉത്തരം പൊട്ടുന്ന ചില ചോദ്യങ്ങളാണിത്, അല്ലേ? ഋതുമതിയാവാത്ത ഒരു പെൺകുട്ടി ഒരു സ്ത്രീയായി മാറുന്നു. സ്ത്രീ അവർ പ്രായം കൊണ്ട് സ്ത്രീയായി മാറുന്നു. അവരുടെ ശരീരത്തിന് ഒരു കുഴപ്പമില്ല. നാഗങ്ങൾ നിറയുന്ന ശരീരത്തിൽ നാഗത്തിന് വിളക്ക് വയ്ക്കുന്ന ഒരു വലിയ തറവാട്ടിൽ അങ്ങനെ വിളക്ക് വയ്ക്കാൻ വിധിക്കപ്പെട്ട നാഗങ്ങളെ എടുത്ത് കുളത്തിലെറിയോ നാഗത്തെ ആവാഹിച്ചു കൊണ്ടുപോയി ഇതുവരെ ചെയ്യാത്ത, എന്നാൽ നാളെ ഇത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു സ്ത്രീ, അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമുക്ക് ഉത്തരമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പൂർവജന്മാനുസൃതമായിട്ട് എന്തെങ്കിലും ദോഷം ഉണ്ടായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അമ്മ എന്ന് വിളിക്കണോ ചേച്ചി എന്ന് വിളിക്കണോ എന്ന് അറിഞ്ഞൂടാ. നമുക്കിത് സംഭവിച്ചെന്നൊക്കെ അവർ ചിരിച്ചു. എന്ത് പുനർജന്മമാണെങ്കിലും എന്ത് പൂർവികമായ ദോഷമാണെങ്കിലും ഞാനൊരു സ്ത്രീയല്ലേ സാർ? എനിക്ക് വലിയ ആഗ്രഹങ്ങൾ, എനിക്ക് വലിയ സ്വപ്നങ്ങൾ. ഒരു പുരുഷന്റെ തണലും ഒരു പുരുഷന്റെ ചൂടും അനുഭവിക്കുമ്പോഴല്ലേ ഒരു സ്ത്രീയാകുന്നത്. അവരുടെ ചോദ്യങ്ങൾ ആ പയ്യനുണ്ട്. അവർ ചിലപ്പോൾ ഇത് കേൾക്കും. അവര് നമ്മുടെ DNA പ്രോഗ്രാം കാണുന്നവരാണ്. ചിലടത്ത് നമുക്ക് ഉത്തരമുണ്ട്. എന്ത് ഉത്തരമാണ് നമ്മൾ പറയേണ്ടത്? എനിക്കൊരു മറുപടി അവരോട് പറയാം. ഞാൻ കുറെ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. ഇനി നാളെ ഒരു വിവാഹം വന്നാൽ എങ്ങനെയാണ് ഋതുമതിയാവാത്ത ഒരു പെണ്ണിന് വിവാഹം കഴിക്കാൻ പറ്റുക? സർപ്പശാപം, സർപ്പങ്ങൾ കെട്ടിവരിഞ്ഞ ഒരു ശരീരമാണ് എൻ്റേത്. സ്വാമി പറഞ്ഞത് ശരിയാണ്. ഇതൊക്കെ നാഗങ്ങളുണ്ട്. എനിക്ക് രാത്രി കിടക്കുമ്പോൾ നാഗങ്ങൾ ഇണചേരുന്ന സ്വപ്നങ്ങൾ ഞാൻ കാണും. നമ്മുടെ നാഗക്കാവിൽ എന്നോ മരിച്ചുപോയ ഒരു സ്ത്രീയുടെ പ്രേതാത്മാവിന്റെ ചലനം ഞാൻ അറിയും.
അപ്പൊ ഞാൻ അത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ തോന്നുന്ന തേങ്ങൽ നിങ്ങളുടെ തന്നെ തേങ്ങലാണെങ്കിലോ നമുക്ക് വരുന്ന ദുരിതം, നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന ജീവിത വിധി, ഏറ്റവും വലിയ തറവാട്ടിലും എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടി ജനിച്ചിട്ടും ഒരു പുരുഷനെ അനുഭവിക്കാൻ പറ്റാത്ത ഒരു ദുരന്തം, അത് വലുതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മള് ഇവിടെ കുട്ടിക്കാലത്തെ പ്രണയിക്കുന്നവരുടെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ പ്രണയം എന്ന് പറയുന്ന പ്രാണനിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണല്ലോ പ്രണയം. പ്രാണനിൽ നിന്ന് ഉത്ഭവിക്കുന്ന എല്ലാം തന്നെ പ്രണയമാണ്. അത് നമ്മുടെ ശരീരം, നമ്മുടെ ബോധ മനസ്സിലൂടെ ഉണ്ടാകുന്ന ഒരു വലിയ ശക്തിയാണത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈശ്വരനോട് തന്നെ നമുക്ക് വെറുപ്പ് തോന്നും. എന്തിനാണ് ഇവരെ സൃഷ്ടിച്ചത്? അവർ ചോദിച്ച ചോദ്യമാണ്, എന്തിനാണ് സ്വാമി ഈ ശരീരം? ആർക്കും ഉപയോഗമില്ലാത്ത കുറെ സ്വത്തുക്കൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആർക്കാണ്? ഇവന് കൊടുക്കാന്ന് പറഞ്ഞാൽ അവനിത് വിറ്റിട്ട്, അവൻ പറയുന്ന ഈ നശിച്ച ഭൂമിയിൽ നിന്ന് വിറ്റിട്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്നാണ്. പിന്നെ വേറെ ആരാണ്ടൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ, അവരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഈ കാവിന് ഉത്തരവാദി ആരാണ്? നമ്മൾ ആലോചിക്കണം. ഇവിടെ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഈ കാവുകൾ സർപ്പം, ശക്തിയുള്ള നാഗങ്ങൾ കാവ് നിൽക്കുന്ന ഈ സർപ്പക്ഷേത്രമാണ്. അവര് ക്ഷേത്രം എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഈ കാവിനെ എങ്ങനെ സ്വാമി വളരെ ശക്തിയാണ്. നമ്മുടെ രാത്രികളിൽ ഇവൻ അറിയത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് 1000 ദിവസം ആ കാവിൽ പോയിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കരച്ചിൽ വല്ലതും കേൾക്കുമോ? ഒന്നും കേൾക്കില്ല. എനിക്കത് മനസ്സിലായി എന്താണ് ഇവരുടെ മനഃശാസ്ത്രമെന്ന്. ഞാൻ ആ കാവിലേക്ക് പോയപ്പോൾ നടുങ്ങിപ്പോയി. വള്ളിപ്പടപ്പുകളും കാട്ടുജോലകളും ഒക്കെ ഉള്ള ഒരു അതിഭീകര, അവിടെ ഇരിക്കുന്ന നാഗങ്ങൾക്ക് തന്നെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഭീകര തോന്നാൻ. അതിലെ ഈ നാഗരാജാവും നാഗയക്ഷി സഹോദരിയും സഹോദരനുമാണ്. ഭാര്യപത്ര ബന്ധമില്ല. പലരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സഹോദരനും സഹോദരിയും. ആദ്യം നമ്മൾ സഹോദരിയെ വേണം നമ്മൾ പൂജിക്കാൻ, എന്നിട്ട് വേണം സഹോദരനിലേക്ക് പോകാൻ തന്നെ. ആ മഞ്ഞപ്പൊടി ഒന്നും വേണ്ട, നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി, ഏത് കാവിലും കുറച്ച് മഞ്ഞപ്പൊടി കൊണ്ട് വെക്കണം. മഞ്ഞപ്പൊടി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതിൽ മഞ്ഞപ്പൊടി വെക്കുക, ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. നമുക്ക് സർപ്പത്തിന് അനുഗ്രഹം തരണം. നമുക്ക് വലിയ പൂജകളും പരിഹാരങ്ങളും സർപ്പക്കടവും നാഗേക്ഷി കടവും ഒന്നും വരയ്ക്കാനുള്ള അവസ്ഥകളില്ല. സർപ്പം പാട്ട് നടത്താനുള്ള അവസ്ഥയില്ല. സർപ്പ ബലികൾ നടത്താനുള്ള അവസ്ഥയില്ല. അപ്പൊ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി എടുത്ത് നാഗരാജാവിന് നാഗേക്ഷിയും ഭജിച്ചുകൊണ്ട് എന്ത് കാര്യത്തിൽ ഈ കാര്യം നടക്കില്ല. അതിങ്ങനെ കുറച്ച് ഉപ്പ് കൂടെ എടുക്കാം വേണമെങ്കിൽ. ഈ സ്ത്രീ, ഇത് ഞാൻ ഒരു ഉദാഹരണം, ഈ നമ്മൾ പലരും പരിഹാരമില്ലാതെ ഏറ്റവും ദയനീയതയിൽ നിൽക്കുമ്പോൾ, ജീവിതത്തിന്റെ ഏറ്റവും ദുഃഖപൂർണമായ ഒരു അവസ്ഥയിലേക്ക് ചെന്നു ചേരുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഓരോ കാര്യങ്ങൾ. എന്നിലേക്ക് വന്നു ചേരുന്നത് ആ അനുഭവങ്ങൾ ഞാൻ അങ്ങോട്ട് പകർന്നു തരികയാണ്. സർപ്പദോഷമില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഇനി ഏത് ജാതിയും മതമാണെങ്കിലും ഇത് ഒരു സംഭവമാണ്, ഒരു സത്യമാണ്. ഇതൊക്കെ നിഷേധിക്കുക, ഇതൊക്കെ എന്തുവേണം ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, രാത്രി ഞാൻ ആ കാവിൽ പോയിരിക്കും. ഒന്നും അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഞാനൊന്നും വൈകിക്കിടക്കുമ്പോൾ ഈ സ്ത്രീയുടെ കരച്ചിലും ഈ നാഗക്കാവും എൻ്റെ സ്വപ്നത്തിലേക്ക് വരും. സത്യം പറയാലോ, ഞാൻ സാധാരണ ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കണ്ണയക്ഷി മന്ത്രം ജപിച്ചാൽ തോളത്ത് വന്നിരിക്കും എന്നാണ്. മൂങ്ങയാണ് ഈ നമ്മുടെ വാഹനം. ഞാൻ പല തവണ അതിന് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. ഒടുവിൽ ഞാൻ മടുത്തി പരിപാടിയൊക്കെ നിർത്തി. കാരണം ഋതുമതിയാവാത്ത ഒരു പെണ്ണിന്റെ സ്വപ്നങ്ങളെ ബന്ധിച്ചിരിക്കുന്ന എന്തോ ഒരു വലിയൊരു ശക്തി, ആ ശക്തിയെ എന്നോട് പറഞ്ഞു തരാൻ, എനിക്ക് മനസ്സിലാക്കി തരാൻ കണ്ണേക്ഷിയുടെ സാന്നിധ്യത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് കഴിയാത്തത് കൊണ്ടല്ല, എൻ്റെ ബോധത്തിലേക്ക് ആ കഥ പറയാനായിട്ടുള്ള ഒരു അവസ്ഥ. എന്തുകൊണ്ടാണ് ആ സ്ത്രീ അവരിത് കേൾക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നി, എനിക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ പരിഹാരം പറഞ്ഞു തരാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തിരിച്ചറിയുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ പ്രാണനെ തിരിച്ചറിയുന്ന ഒരു പുരുഷൻ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ എനിക്ക് കഴിയുള്ളൂ. അവരുടെ കണ്ണുകൾ നിറയുന്നതും തൊണ്ടയിടറുന്നതും ഞാൻ അറിഞ്ഞു എന്നുള്ളതാണ്. പടിയിറങ്ങുമ്പോൾ ചെറുപ്പക്കണ്ണനോട് പറഞ്ഞു, സ്വാമി ഒരിക്കൽ കൂടി വരണം. എനിക്ക് ജീവിതത്തിൽ എൻ്റെ മുമ്പിലൊന്നുമില്ല, ഞാൻ പഠിച്ചിട്ടൊന്നും പൂർത്തിയാക്കാൻ പറ്റിയില്ല. എൻ്റെ ഈ തറവാട്ടിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. പ്രമാണങ്ങളൊക്കെ പലതും കൈക്കലാക്കിയൊക്കെ പോയി. ഇനി ഒരു കിടപ്പാടമെങ്കിലും ബാക്കിയുണ്ടാവും ഇവർക്ക് കിടക്കാൻ. എൻ്റെ ഏറ്റവും വലിയ ദുഃഖം ഈ കുഞ്ഞമ്മയാണ്. ഇതാണ് അവർ പറഞ്ഞത്. ഞാൻ എന്താ ചെയ്യേണ്ടത്?
നമുക്ക് ഉത്തരമില്ലാത്ത ഒരു എപ്പിസോഡാണ്. ഞാൻ ഒരുപാട് എപ്പിസോഡ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ചിലത് നമുക്ക് ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. കാരണം എനിക്ക് അവരെ വേദനിപ്പിക്കാൻ വയ്യാത്തത് കൊണ്ട് ആ സ്ത്രീയുടെ ചോദ്യവും ഉത്തരങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. എനിക്കത് കണ്ടുപിടിക്കാൻ കഴിയണം. എന്തുകൊണ്ടാണ് അവർ ഋതുമതിയാകാത്തത്? എന്തുകൊണ്ടാണ് അവരുടെ എല്ലാ സൗഭാഗ്യങ്ങളും അടഞ്ഞുപോയത്? എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു തറവാട്ടിൽ വന്ന് ജനിച്ചിട്ട് അവർക്ക് മനസ്സുഖമില്ലാതെ ഉറങ്ങാത്ത രാത്രികളിൽ സർപ്പക്കാവിൽ പോയി ഇരിക്കേണ്ടി വരുന്നത്? തീർച്ചയായും ഞാനത് കണ്ടെത്തി ഞാൻ DNA എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.